അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഫസ്മിനയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു റിപ്ലൈ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്തില്ല. അതിനിടയിൽ ക്ലോഷർ വേണമെന്ന് പറഞ്ഞിട്ട് ഫസ്മിന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡേറ്റിന് ഈ പെർട്ടിക്കുലർ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട്, അതായത് ഡയറിയുടെ ചോദ്യം, പ്രഗ്നൻസിയുടെ ചോദ്യം, അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരവായിട്ടൊരു വീഡിയോ വരുമെന്ന് പറഞ്ഞ ഡേറ്റിന് വീഡിയോ വന്നില്ല. അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻ മാർക്ക് ഫസ്മിനയുടെ നേരെ വന്നപ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫസ്മിന പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലല്ലൂമ്പിനെ ഫ്രൈ ചെയ്യും, റോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്മിലുള്ളൊരു വീഡിയോ ആണ്. ബട്ട് ഫോർ മീ, അറ്റ്ലീസ്റ്റ് ഫോർ മീ, ഞാൻ പിന്നെ വേറെ കുറേ ആൾക്കാർ റിയാക്ട് ചെയ്ത വീഡിയോസൊക്കെ കണ്ടു. എവിടെയും എന്താണോ വാട്ട് വി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതിനുള്ള ഉത്തരങ്ങളില്ല. 1 മണിക്കൂറും ചില്ലറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോസിൽ ഇന്നെ വെല്ലുവിളിക്കാൻ ഫസ്മിന മാത്രമേ ഉള്ളൂ. ഞാനാണ് മണിക്കൂറുകളുടെ വീഡിയോ ഇടല്. ഫസ്മിനെയാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഒരു വെല്ലുവിളിയാണ് തോന്നുന്നു. ഓക്കെ, ഫൺ സൈഡ് അതവിടെ നിൽക്കട്ടെ. ഫസ്മിനയുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രഗ്നൻസി, ഇപ്പോൾ തന്നെ 1:11 പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞാൽ ഐ തിങ്ക് വീഡിയോ കുറേ അധികം നീണ്ടുപോകും. ഒരു 1:40 പോകും. കാരണം പ്രഗ്നൻസിയുടെ കാര്യം കുറച്ചധികം എനിക്ക് പറയാനുണ്ട്. കുറച്ചധികം കോൾസിൻ്റെ കാര്യം, പിന്നെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ, പിന്നെ അത് ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു, പ്രഗ്നൻ്റ് ആയതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കുറേ അധികം നീണ്ടുപോകും. അപ്പം ഇത് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ പ്രഗ്നൻസിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ തന്നെ ഇടും. ഡോൺ വറി, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ എവിടെയും പോകത്തില്ല. ഞാൻ ഇത് മൊത്തം തീർത്തിട്ടേ പോകത്തുള്ളൂ. പ്രഗ്നൻസിയുടെ കാര്യം ക്ലിയർ ചെയ്യാം, ഡ്രഗ്സിൻ്റെ കാര്യം ക്ലിയർ ചെയ്യാം, എല്ലാ കാര്യവും ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ. ടെൻഷൻ ആവേണ്ട കൂട്ടാ, ജസ്റ്റ് വെയിറ്റ്. എല്ലാം കണ്ടിട്ട് അവസാനം നിങ്ങൾ തീരുമാനിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഫുള്ള് പച്ചക്കള്ളമാണ്. അത് ഞാൻ പൊളിച്ചടിക്ക് എന്തായാലും കയ്യിൽ തരും. പ്രഗ്നൻസി നിൻ്റെ അല്ലെന്നല്ല നീ പറഞ്ഞത്. അത് ഞാൻ എന്തായാലും ഉറപ്പുണ്ടാക്കി തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉറപ്പ് നിനക്ക് ഉണ്ടാക്കി തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോൻ്റെ ലാസ്റ്റ്. ഇതാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന കോണ്ടൻറ്റ്. ആ കോണ്ടൻറ്റ് ഈ വീഡിയോനകത്തില്ല. 1 മണിക്കൂറും ചില്ലറയും ഉള്ള വീഡിയോനകത്ത് ഇപ്പോഴും മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സഫയും ലല്ലൂമ്പിയും തമ്മിലുള്ള അവിഹിത കണക്ഷനെ കുറിച്ചിട്ടാണ്. ഇതിനിടയിൽ ഈ നാജി എന്ന് പറയുന്ന ദ സോ കോൾഡ് യൂബർ ഡ്രൈവർ, യൂബറിന് കുറേ പ്രൊമോഷൻ പോകുന്നുണ്ട്, ഇവൻ്റെ റോൾ എന്താണെന്നുള്ളത്, ഇത് മാത്രമാണ് ഈ 1 മണിക്കൂറും ചില്ലറയുള്ള വീഡിയോനകത്ത് ഉണ്ടായിരുന്നത്. അത് ഓൾറെഡി നമ്മൾ കേട്ടതാണ്. ഈ ലല്ലുംബീനെ വറുത്ത് ഫ്രൈ ആക്കി പൊരിച്ച് എക്സ്പോസ് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഫസി തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ തെളിവിൻ്റെ മുകളിൽ തെളിവ്, എക്സ്പോസ് ചെയ്തതിൻ്റെ മുകളിൽ എക്സ്പോസ് ചെയ്യുക, ഓനിഞ്ഞി ഒന്നും പോകാനില്ല. ഓൻ നാറി അങ്ങേ തലയ്ക്ക് നാറിയിട്ടുണ്ട്. തീട്ടമല്ല, തീട്ടത്തിൻ്റെ എസൻസ് ആയിട്ടാണ് ഓൻ ജീവിക്കുന്നത്. അത് പിന്നെ ഓൻ നാറാനില്ല. പക്ഷെ ഫസ്മിന എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഈ ലല്ലൂബി ചോദിച്ച കുറേ ചോദ്യങ്ങൾ, ഞങ്ങൾ കുറേ ആൾക്കാർ, നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മാർക്കിന് ഇപ്പോൾ ഫസ്മിന ഈ വീഡിയോനകത്ത് പറയുന്നത് കണ്ടു, കമൻറ്റ് ബോക്സിലുള്ളവരും വീഡിയോ കാണുന്നവരും ബാക്കിയുള്ളവരും ഒന്നും എൻ്റെ ആരുമല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരോടും ഒരു കാര്യം പറഞ്ഞു ബോധിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് തരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊരു ടോക്ക് കണ്ടു. പക്ഷെ ഇതിലൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് റവന്യൂ വാങ്ങുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ റവന്യൂ ഓഫാക്കി വെക്കണം. നമ്മളുടെ മനസമാധാനത്തിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നവർ എന്നുള്ള രീതിക്ക് നമ്മൾ പറയണം. നമ്മൾ റവന്യൂ വാങ്ങുന്നുണ്ട്, അത് കാണുന്ന ആളുകളുടെ ഡാറ്റയിൽ നിന്നും അവർ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ആഡ് റൺ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് റവന്യൂ വരുന്നതെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ റെസ്പോൺസിബിളാണ്, നമ്മളതിന് ഉത്തരം കൊടുത്തേ പറ്റൂ. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഫസ്മിനയ്ക്ക്. അത് ഒന്നാമത് പറഞ്ഞാൽ ഈ തീട്ട യൂണിവേഴ്സിൽ കൂട്ടത്തിൽ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ളത് ഫസ്മിനയ്ക്കാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം മുതലേ ഫസ്മിന പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ച് എൻഡോസ് ചെയ്ത് വീഡിയോസ് ചെയ്തത്. അപ്പോൾ ഫസ്മിനയോട് വരുന്ന 100 ചോദ്യങ്ങളിൽ ഒരു 10% നമ്മളെ നേരെയും വിരലിങ്ങനെ വരും. എന്തായി, നിങ്ങൾ ഫസ്മിനെ സപ്പോർട്ട് ചെയ്ത് എന്തായി എന്നുള്ള ചോദ്യം നമ്മൾക്കെതിരെ വരുമല്ലോ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, എല്ലാം കൃത്യമായി എഴുതി വെച്ച് പ്രൂഫ് കാണിച്ച് സംസാരിക്കുന്ന ഫസ്മിന ഈ വിഷയം വരണ്ടേ? അതും ഒരു സ്ത്രീക്കെതിരെ ഇതെൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരികയാണ്. മനസ്സിലായോ? അതൊന്ന്. പിന്നെ ഡയറി എഴുതി വെച്ചത് ലല്ലു വീട്ടിൽ കയറി എടുത്ത് നാട്ടുകാരെ തുറന്ന് കാണിച്ചതല്ല. സ്വന്തം ചേച്ചി ഇട്ട ഒരു വീഡിയോനകത്തുനിന്ന്, ഒരു പോർഷൻ്റെ അകത്തുനിന്നാണ് ഈ IPL കഴിച്ചു,
ജവാനും ജോയിൻറ്റും, മനസ്സിലായി? ഇതൊക്കെ നടക്കുന്നത് നിങ്ങളൊക്കെ ഈ പറയുന്ന ഈ റമദാൻ പുണ്യമാസത്തിൻ്റെ ഈ ടൈമിലുമാണ്. വീഡിയോയിൽ എല്ലാവരും പറയുന്നുണ്ട് റമദാൻ പുണ്യമാസം. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നേ പറയാനുള്ളൂ. ഇനി ഇന്ന് പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോൻ്റെ പോർഷൻസ് നമുക്ക് നോക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, ലല്ലുവും സഫയും തമ്മിൽ എന്ത് കോപ്പോ ആയിക്കോട്ടെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞ വിഷയമാണ്. ഓക്കെ, അതിനകത്ത് ഈ യൂബർ ഡ്രൈവർ ഇനി അവൻ ഏത് രീതിയിലുള്ള പിമ്പിങ്ങും നടത്തിക്കോട്ടെ, അതും എക്സ്പോസ്ഡ് ആയ വിഷയമാണ്. ഇവിടെ നാട്ടുകാർക്ക് അറിയേണ്ട വിഷയങ്ങളിൽ ഈ വീഡിയോ എത്തിയിട്ടില്ല. ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഇത് വരും എന്നുള്ളത് നമുക്ക് അറിയാനും പാടില്ല. വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നാലേ ഓക്കെ ഫസ്മിന ഓക്കെ ആണ് എന്നുള്ളത് ആ ഒരു ഇമേജ് നാട്ടുകാരെ മുന്നിൽ കൊണ്ടു കിടക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ലല്ലു പറഞ്ഞത് ഓഡിറ്റ് ചെയ്ത് അത് എൻഡോസ് ചെയ്ത് നടക്കുന്നവർ ശരിയാണ്, ലല്ലു ആണ് ശരി, ഇവള് വെറും ഇത് ചുമ്മാ യൂട്യൂബിൽ നിന്ന് ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്, ബിഗ് ബോസ് പോകാനാന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തീരാത്ത കറയായിട്ട് അവിടെ കിടക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോ നോക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം കാത്തിരിക്കുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇത്ര നാൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് പേഴ്സൺ സെബിൽ എന്ന് പറയുന്ന ആൾ ഒരു 6-7 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം കള്ളങ്ങൾ പൊളിച്ചെടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒരു 5-6 hours വരും. അപ്പോൾ അത്രയൊന്നും എനിക്ക് ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നമ്മൾ പാർട്സ് ആയിട്ട് ആയിരിക്കും ഇടുന്നത്. ആൻഡ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂ, ഇന്നലെ വരെ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ ഈ ക്ലോഷർ ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യവും ഇതിൽ വരും. ഡയറിയുടെ കാര്യം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ, പിന്നെ എന്തൊക്കെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ വന്നേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം തരാൻ പോവുകയാണ്. ആരും പേടിക്കേണ്ട, ഒരു കാര്യം ഞാൻ മുക്കാൻ പോകുന്നില്ല. ഡോണ്ട് വറി. സോ ദിസ് ഈസ് എ വീഡിയോ വേർ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്. അതായത് ഇൻ്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇൻ്റർവ്യൂ റിയാക്ഷൻ അല്ല, ഇറ്റ്സ് നോട്ട് എ റിയാക്ഷൻ. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ അല്ല. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ ക്ലാരിറ്റി വരുത്തുന്നു. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് കാണിക്കുമ്പോഴത്തേക്കും ഇതിൽ ആരെങ്കിലും ബാധിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്നോട് തെറ്റ് ചെയ്തേക്കുന്ന, എന്നോട് റോങ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. സോ ഇതിൽ ഫേസ് റിവീൽ ആവാണ്ടിരിക്കുക, അതൊന്നും ഞാൻ നോക്കുന്നില്ല. സോ എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ല? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ലെന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ഹാവ് എ ഫോൺ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത് നോക്കി സംസാരിക്കാൻ വേറൊരു ഫോൺ വേണം. എനിക്ക് അങ്ങനെ ഒരു ഫോൺ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ ഷോപ്പിലോട്ട് എടുത്താണ്, എൻ്റെ ബിസിനസ്സിന് വേണ്ടി എടുത്ത ഫോണാണ്. എങ്കിലും എനിക്ക് ഇത്ര നാളും വേറെ സെക്കൻഡറി ഫോൺ ഇല്ലായിരുന്നു. സോ ഇപ്പോഴാണ് ഞാൻ സെക്കൻഡറി ഫോൺ, ഇന്നലെയാണ് ഞാൻ വാങ്ങുന്നത്. അപ്പം അതിലോട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. പിന്നെ ഇന്ന് അത് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ഞാൻ ഈ ഫോണിലാണ്, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ എൻ്റെ എവിഡൻസസ് മൊത്തം ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. ഇന്നലെ എടുത്ത ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഇത്ര നാളും വേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. സമയം വേണ്ടി വന്നുകൊണ്ട് തന്നെ ഞാനിന്നിപ്പോൾ ഇത്താടെ ഫോൺ എടുത്തിട്ടാണ് ഞാനിത് റിയാക്ഷൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ആ ഫോണിൽ വെച്ചിട്ടായിരിക്കും ഞാൻ റിയാക്ഷൻ ചെയ്യുക മോസ്റ്റ്ലി. അപ്പോൾ ഇത്ര നാളും ഇത്ത കൂടെ ഇല്ലായിരുന്നു. മീൻസ് ഞാൻ വീട്ടിലല്ല നിന്നിരുന്നത്. ഞാൻ 1 week വേറെ സ്ഥലത്താണ് നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസുള്ള ആൾക്കാർക്കറിയാം നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. ബിക്കോസ് ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ എന്ത് കേസും ആയിക്കോട്ടെ, ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ തള്ളി നീക്കി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ തലയിലോട്ട്. അപ്പം ഐ ഡിഡ്ന്റ് വോണ്ട് ടു ട്രബിൾ മൈ ഫാമിലി. പെരുന്നാൾ പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൂടിയിട്ടില്ല ഈ വൃത്തിയായിട്ട ആൾക്കാർ കാരണം. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഐ വാസ് നോട്ട് ഹോം. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ കേസ് കള്ളക്കേസെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സൈഡിലുള്ളതുകൊണ്ടാണ്. സോ യാ മുൻകൂർ ജാമ്യം കിട്ടി, അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഓബിയസ്ലി വീട്ടുകാരുടെ ഫോൺ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റി. ഇതിലേക്കല്ലേ പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഫസ്മിനോട് തന്നെ ഈ വീഡിയോ ത്രൂ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കെതിരെ ഒരു വ്യക്തി, അതെൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, എന്നെക്കുറിച്ചുള്ളൊരു വളരെ മോശമായിട്ടുള്ളൊരു പിഴപ്പ് പിടിച്ചൊരു സാധനം പറയുകയാണ്. അതായത് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയല്ല എന്നും അത് നുണയാണെന്നും എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഇൻസിഡൻ്റ് ആട്ടോ. അതെനിക്ക് വേറൊരു ഫോൺ വെച്ച് അത് പ്ലേ ചെയ്ത് അതിലെഴുതി വെച്ച് അത് വായിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നും വരില്ല.
പ്രൂഫുകൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ നമ്മളെ ഫോണിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന ഡേറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് എനിക്കെതിരെ വന്നത് എന്താ, ആ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അത് വേറൊരു ഫോണിൽ പ്ലേ ചെയ്യാനോ കാണിക്കാനോ ഇപ്പോൾ CCTV എടുത്ത് കാണിക്കുമോ, മറ്റേ ഹോസ്പിറ്റലിൽ പോയേ, അതൊന്നും നടക്കുന്ന കേസല്ലല്ലോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത്, കഴിച്ച മെഡിസിൻസിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ അത്, അങ്ങനെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണ്ട. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇൻഷോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ആപ്പ് കയറിയിട്ട് അതിന് വെച്ചിട്ട് പോയാൽ മതി. എനിക്കിതൊരു ഭയങ്കര ലെയിമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് തോന്നി. അതായത് എന്തുകൊണ്ട് ഇത്ര ദിവസം വീഡിയോ ചെയ്തില്ല. ഇഫ് യു സേ ലൈക്ക് ഞാൻ മെൻ്റലി ഓക്കെ അല്ല, എനിക്ക് കുറച്ച് സമയം എടുത്തു, ഓക്കെ, കൂട്ടത്തിൽ ഈ കേസ് വന്നു, അപ്പോൾ എനിക്ക് മാറിയിരിക്കേണ്ട കാര്യം വന്നു, ദാറ്റ്സ് ഇറ്റ്. ഫോൺ വാങ്ങി, ഫോൺ വേണം, ഓക്കെ, നമ്മളൊക്കെ സെക്കൻഡറി ഫോൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കെതിരെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ആരോപണത്തിന് അല്ലെങ്കിൽ ഇൻസിഡൻസിന് റീകളക്ട് ചെയ്യാനോ കാര്യത്തിനോ നമുക്ക് വേറെ ഫോൺ വെച്ചിട്ട് അതിനകത്ത് സെക്കൻഡറി ഫോണിൽ നോക്കി പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഈ ലഹരിയുടെ കാര്യം, പ്രഗ്നൻസിയുടെ കാര്യം, അങ്ങനത്തെ ഈ ഡയറി കണ്ട കാര്യം, ഇതൊക്കെ വളരെ കാഷ്വലായിട്ട് വന്നിട്ട് എന്തുകൊണ്ട് ആ ഡയറിയിൽ അങ്ങനെ എഴുതി, ആ ഡേറ്റിന് എന്ത് സംഭവിച്ചു, ഞാൻ എന്താണത് എഴുതാനുണ്ടായ കാരണം, ഞാനത് എന്നെക്കുറിച്ച് എഴുതിയതാണോ അതോ ഫ്രണ്ട്സിൻ്റെ കാര്യം എഴുതിയതാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഡയറി ഉള്ള സമയത്ത് ഞാനത് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റഡ് ഫോട്ടോ എടുത്ത് അയക്കാം, ഇത് പറഞ്ഞ് തീർക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് പകരം ഫോണിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലെയിം എക്സ്പ്ലനേഷൻ പോലെ തോന്നി. ഇത്രയും കാമായിട്ട് എങ്ങനെ ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ എന്നെ നോക്കി വിചാരിക്കുകയാണ്. ബിക്കോസ് ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കേണ്ട ഒരു മനോവികാരം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ റോട്ടി കൂടെ പിടിച്ച് ഒരച്ചോണ്ട് പോകാനുള്ള ദേഷ്യം വന്നു. എനിക്ക് അവൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലും ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഇഷ്ടമല്ല, അത്രയും വെറുപ്പാണ്. സച്ച് എ മാനിപ്പുലേഷൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇൻ്റർവ്യൂ ചെയ്ത് ആൾക്കാരെയൊക്കെ സൈഡിലോട്ട് ആക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. എന്തായാലും ഞാൻ ഈ മാനിപ്പുലേഷനിലൊരു 11 months സഹിച്ച് തന്നിട്ടുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് ഒറിജിനലി ബൈപ്പോളാർ വന്നോന്ന് എനിക്ക് തോന്നി. ബൈപ്പോളാർ അല്ല, മെൻ്റൽ ആയോന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവിടെ ലല്ലൂമ്പി മാനിപ്പുലേഷൻ ചെയ്തു, അതുകൊണ്ട് എല്ലാവരും ഫസ്മിനയ്ക്കെതിരെ തിരിഞ്ഞു, അങ്ങനെയല്ല. ലല്ലൂമ്പി കുറേ ഇൻ്റർവ്യൂ കൊടുത്തു, അതിലിവൻ പറയുന്ന ബോഡി ലാംഗ്വേജ്, ഇവൻ പറയുന്ന കാര്യങ്ങളും ഇവൻ കാണിക്കുന്ന പ്രൂഫുകളൊക്കെ വട്ടപൂജ്യം അട്ടർ ബ്ലണ്ടറോ എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു 99% ഫേക്കാണ്, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആണ്, മാനിപ്പുലേറ്റഡ് ആണെന്ന് കണ്ട് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ള ഓഡിയൻസ് ആണ് ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ഫസ്മിനയ്ക്കെതിരെ ചോദ്യങ്ങൾ വന്നു എന്ന് വെച്ചാൽ ഇപ്പം അതെങ്ങനെ ശക്തമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്കെതിരെ ആ സ്ത്രീ ആരെയാണോ ചൂണ്ടിക്കാണിച്ച് ഈ വ്യക്തിയാണ് എൻ്റെ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അയാളത് കംപ്ലീറ്റ്ലി, എനിക്ക് അവളെ ശരീരം പോലും ഇഷ്ടമല്ല, ഞങ്ങൾ ഒറ്റ വട്ടേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, ഞങ്ങൾ ആ ബന്ധപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഗർഭിണിയാവില്ല എന്നൊക്കെ ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വന്നിരുന്നിട്ട് അമ്മ ഒരു പിഴപ്പുകേട് പറയുമ്പോൾ അതിലെന്തുകൊണ്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം നാട്ടിലുള്ള ചോദ്യചിഹ്നമാണ്. അവിടെ അവൻ്റെ മാനിപ്പുലേഷൻ അല്ല വർക്കായി, മനസ്സിലായോ? നിങ്ങളുടെ നിശബ്ദത, നിങ്ങളുടെ സൈലൻസ്, അതിലാണ് ആളുകൾ കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇവൻ പല ഇൻ്റർവ്യൂവിലായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുന്നത്തെ റിലേഷൻ, അങ്ങനത്തെ റിലേഷൻ, ഇവക്കും വേറെ ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ 1-2 ഇൻ്റർവ്യൂവിൽ വെച്ചപ്പോൾ ദാ അടക്കണം നിങ്ങളെ ചേച്ചീൻ്റെ വീഡിയോനകത്ത് ആ ഡയറീൻ്റെ അകത്ത് ഏതോ ഒരു ചെക്കൻ്റെ പേര്, അത് പിന്നെ ആ പേര് ഡീകോഡ് ചെയ്തെടുത്ത് കുറേ ചാനലുകൾ, അതിനുശേഷം നിങ്ങൾ തന്നെ എഴുതിയിട്ട് IPL കഴിച്ചതും, IPL കഴിച്ചതും, പിന്നെ ജവാനും ജോയിൻ്റ് അടിച്ചതും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഗെയിൻ ചേച്ചീൻ്റെ അടുത്തു നിന്നാണ് ഈ ലല്ലൂമ്പിക്ക് കിട്ടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എഗെയിൻ അടുത്ത ഡൗട്ട്, ആ വീഡിയോ ചേച്ചി മുക്കും ചെയ്തു, വീഡിയോ മുക്കിയിട്ട് ചേച്ചി ആ പോർഷൻ എഡിറ്റ് ചെയ്ത് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നാട്ടുകാരെ ലല്ലു മാനിപ്പുലേറ്റ് ചെയ്തതാണോ അതോ നാട്ടുകാർക്കും കാണുന്നവർക്കും നമുക്കൊക്കെ ചോദ്യങ്ങൾ വന്നത് ജെന്യുവിനായിട്ട് ഈ ഡൗട്ട്സ്, അതായത് നിങ്ങളെ സൈലൻസ്, നിങ്ങൾ റിപ്ലൈ ഇല്ല, അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും വന്ന് ഇങ്ങനെ റിപ്ലൈ ചെയ്ത് പോകുന്ന ആൾ, അങ്ങനെ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തെടുത്ത ഒരാൾ ഇപ്പോൾ വന്നിട്ട് പറയാം ലല്ലൂമ്പീൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അന്ന് ഫസ്റ്റ് ഈ വിഷയത്തിലൊക്കെ ഈ യൂണിവേഴ്സിൽ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തി നമ്മളോട് ചെയ്ത ഹരാസ്മെൻറ്റ് 1-2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തീർക്കും. അതിന് പകരം കുറേ വീഡിയോ ഫസ്മിൻ ഇട്ടിട്ടുണ്ട്, അതിനൊക്കെ നാട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ ഈ പിഴച്ച സ്വഭാവം കണ്ട് കേട്ട് അത് ഓക്കെ അവൻ എക്സ്പോസ് ചെയ്തല്ലോ എന്നുള്ള രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആവശ്യമുള്ള സമയത്ത്
അങ്ങനെ ഒരു വീഡിയോ വന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ലല്ലൂബീൻ്റെ മാനിപ്പുലേഷൻ കൊണ്ടല്ല എന്നുള്ളത് എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ലല്ലു നിൽക്കുന്ന സ്ഥലം. അക്വാ സിറ്റിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണോ എൻ്റെ ഫ്ലാറ്റ്, ആലുവയുള്ള സെബിലിൻ്റെ ഫ്ലാറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇനി കാണാൻ ഊബർ വണ്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഊബർ വണ്ടി തന്നെ അവിടെ എത്തത്തില്ലല്ലോ, ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് താഴോട്ട് വീഴത്തില്ലല്ലോ. അപ്പം ഇതവിടെ ഒന്നിലേ കൊണ്ടിട്ടേക്കുന്ന നാജി അല്ലെങ്കിൽ സെബിൽ. സോ നാജി അല്ല, ബിക്കോസ് നാജി ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു. അത് ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തെളിയിച്ചു തരാം. എന്തായാലും ഈ വണ്ടി അവിടെ കിടക്കുമ്പോഴത്തേക്കും നിൽക്കാൻ അവിടെ സ്ഥലം ഉണ്ടല്ലോ കൂട്ടാ. ഇത്രയും നല്ല കിടിലം ഫ്ലാറ്റ്, ഓ മൈ ഗോഡ്, നല്ലൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്തിന് ഈ കഷ്ടപ്പെട്ട് ഇതാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിന് മുന്നേ അക്വാസിറ്റി നിൽക്കുന്നതിന് മുന്നേ സെബിൽ താമസിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിലെ അക്ബർ ഖാൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ അക്ബർ ഖാൻ്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് അവിടെ വെക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കുറേ ആൾ താമസിച്ചായിരുന്നല്ലോ. അക്ബർ ഖാൻ എക്സ് സെബിൽ കോംബോ, അത് ഞാൻ എന്തായാലും പറയാം, എല്ലാം ഞാൻ പറയാം. ബിക്കോസ് നിങ്ങളാരും വിചാരിക്കണേ ഞാനൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. എല്ലാം ഞാൻ പറയാം, എനിക്ക് പറയാനുള്ള എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഈ അക്ബർ ഖാൻ എക്സ് സെബിൽ കോംബോ അടുത്തൊരു ടൈം ലൈൻ തുറന്നിട്ടിരിക്കുകയാണ്. ഇവൻ്റെ തന്നെ പല വീഡിയോസും ഫസി എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് അതിലൊരു പെൺകുട്ടീൻ്റെ മുഖം, ആ പെൺകുട്ടീനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം, ആ പെണ്ണിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇട്ട് പോയിരുന്നു. ഇനി അതിലേക്കാണോ ഇത് ജോയിൻ്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അക്ബർ ഖാൻ്റെ ഒരു ഇഷ്യൂ ഇതേപോലെ റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്മിന. ഇപ്പോൾ ദാ നടക്കണു, സെബിൽ നിന്നത് അക്ബറിൻ്റെ കൂടെയാണ്. അതിൽ തന്നെ അക്ബറിൻ്റെ എക്സുമായിട്ട് സെബിലിൻ്റെ വേറൊരു ടൈം ലൈൻ വരുന്നു. നിങ്ങൾക്കിതൊന്നും നിർത്താൻ ഒരു താല്പര്യമില്ലേ മക്കളെ? നിങ്ങളിത് തുടർന്നുകൊണ്ട് പോവുക. അങ്ങനെയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോഷർ ഒന്നും ഉപയോഗിക്കരുത് എവിടെ, മനസ്സിലായോ? ഇവൻ ഊമ്പിയാണ്, ലല്ലൂമ്പിയാണ്, ഊമ്പിപ്പോയി. പോയത് പോയി എന്ന് പറഞ്ഞ് വിട്ട് കളയണം. അതിന് പകരം പുതിയൊരു സാധനം കൂടി തുറന്നു വെക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അന്ന് പോലീസ് വന്നെങ്കിൽ പോലീസ് എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല? 1-ാം തീയതി അല്ലേ ഈ സംഭവം നടക്കുന്നത്. സോ അന്ന് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? പിന്നെ അപ്പം തല്ലിയ പാട് അപ്പോൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പ്രശ്നമെല്ലാം തീർത്ത് നാജി പോകാൻ നേരത്താണല്ലോ പോലീസ് വരുന്നത്, സെബിൽ പോലീസിനെ കൂട്ടി വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്നായിരുന്നെന്ന്. അപ്പോൾ തല്ലിയ പാട് അപ്പോൾ ഉണ്ടെങ്കിൽ പോലീസ് അപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? പോലീസ് ഒന്നും ചെയ്യാണ്ടിരിക്കുമോ? പിന്നെ അന്ന് ഈ 1-ാം തീയതി എന്തുകൊണ്ട് നാജിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായില്ല? കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് നിൽക്കുന്ന കമ്പിപ്പാര വെച്ച് അടി കിട്ടിയ യുവാവ് എന്തുകൊണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തില്ല? പോലീസ് മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കിതിന് കംപ്ലയിൻറ്റ് കൊടുത്തില്ല? ഇതൊക്കെ ഞങ്ങൾ അന്ന് എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. എന്തുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ് വന്നില്ല? എന്തുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോലീസ് കേസായിട്ട് പോയി? തല്ലി ഓടിച്ചത് പോലീസുകാർക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? കേസെടുക്കുമ്പോൾ പോലീസ് എവിടെയും നോക്കാതെയാണോ കേസെടുക്കുന്നത്? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ആ 1 മണിക്കൂറുള്ള വീഡിയോനകത്ത് ഞാൻ ഷോർട്ടായിട്ട് പറയാം. സഫീൻ ലല്ലും തമ്മിലുള്ള റിലേഷൻ്റെ അവസ്ഥകളും അതിൻ്റെ കുറേ പ്രൂഫുകളും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻറ്റയർ വീഡിയോനകത്ത്. അതിനകത്ത് ലല്ലു കള്ളനാണ് എന്നുള്ളത് തെളിയിക്കാൻ മാത്രം സാധനങ്ങളുണ്ട്. അതായത് ഈ സഫ ലല്ലുവിൻ്റെ ഒപ്പം പോയ സമയത്തൊക്കെ അവൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പല ഇൻ്റർവ്യൂവിൽ പറയില്ല. അവൻ്റെ ഉമ്മാനെ വിളിച്ച സമയത്തൊക്കെ ഇവനും വീട്ടുകാരും പ്രശ്നമില്ലാന്ന്. ഇത് ഞാൻ എടുത്തു വയ്ക്കാൻ കാരണം, കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, സായി കൊണ്ടുവന്ന ഒരു എൻ്റെ ബന്ധു എന്ന് പറഞ്ഞ് വന്ന ഒരാളുടെ ഓഡിയോ, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? എൻ്റെ വീട്ടുകാരും ഞാനും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഉമ്മ തന്നെ ഈ ഫെബ്രുവരി 14 ഈ സഫീം ഇവനും പോയി എന്ന് മെഹനാസ് പറഞ്ഞ സമയത്ത് മെഹനാസ് വിളിച്ച് ഇവൻ്റെ ഉമ്മാനോട് സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഷിബിൽ എവിടെ ഉള്ളതെന്ന് അറിയോ? ആ ചെക്കൻ എവിടെ ഉള്ളതെന്ന് അറിയോ? അവൾ എന്റെ വൈഫിന് കൊച്ചിന് എത്തിട്ട് ഇവര് ഈ മോൻ കൊണ്ട് കറങ്ങി നടക്കാണ്. ഉമ്മ നിങ്ങളൊന്ന് വിളിച്ചിട്ട് അവനോട് കാര്യം ഒന്ന് പറയാം. എനിക്ക് 2 ദിവസമായി അവളെ കാണാത്തത്. ഞാൻ ഇത് നിവൃത്തികോടുകൊണ്ട് കേസെടുക്കാൻ പോവാ. അവനെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല, അവൻ തണ്ടാക്കുന്നു. CCTV ക്യാമറ അടക്കം കിട്ടിയിട്ടുണ്ട്. അവനാ വന്നത്. അവൻ പറഞ്ഞ് അവനല്ലാണ്. അവന്റെ ഡ്രസ്സ് കാര്യങ്ങൾ എന്റെ ഫ്ലാറ്റിൽ എങ്ങനെ എത്തി? നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ വീട്ടിലില്ല, നമ്മളറിയില്ല. പിന്നെ എന്തൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് എന്താ ചെയ്യാ?
എങ്ങനെയോ ഇതാക്കിട്ട് കിട്ടിയ മോനെ ഒന്ന് വിളിച്ചിട്ട് നമ്പർ എന്തെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറ. നമുക്ക് അറിയാതെ നമ്മളെന്താ ചെയ്യാ? നമ്മളെ പെരയിൽ ഞാൻ 5-6 മാസമായി ഈ വീട്ടിൽ പോകും വന്നിട്ട് പിടിച്ചിട്ട് അവനിപ്പോ എവിടെയാ? എനിക്കറിയില്ല ആരാ നിങ്ങള് വിളിക്കുന്നത്. എനിക്കറിയില്ല എനിക്കറിയില്ല പോയി എവിടെ ഉള്ളത് എന്നുള്ളത്. ഓൻ എറണാകുളത്തുനിന്ന് എന്റെ ഭാര്യനെ കൂട്ടിട്ട് പോയി. എന്റെ ഫ്ലാറ്റിലുണ്ടായി. ഞാൻ പോകുന്ന സമയത്ത് ഇവര് രണ്ടാളും മുങ്ങി. എന്റെ കുഞ്ഞിന് ചെറിയ 8 മാസം പ്രായമായ കുഞ്ഞിനാണ്. നിങ്ങൾ ഉമ്മക്ക് അറിയായിരിക്കും, എന്നെ അറിയായിരിക്കും. എന്റെ ഓൾറെഡി ഫസ്റ്റ് ലൈഫ് ഇതേപോലെ നശിച്ചതാണ്. അപ്പൊ എനിക്കറിയില്ല. എനിക്കറിയാത്ത സംഗതി ഞാൻ എങ്ങനെയാണ് ഞാൻ ഓനക്കൊരു നിക്കാഹ് കഴിച്ചു. ആ ഒരു പ്രശ്നത്തിൽ ഓൻ നിക്കാണ്. എനിക്ക് ഒന്നും അറിയില്ല. അതന്നെ ഓൻ എന്തിനുമായി ഇങ്ങനെ കണ്ടാലും ഭാര്യമാരെടുത്ത് നടക്കണേ? അത് നമുക്ക് അറിയില്ല. നിങ്ങള് എന്നെ നിങ്ങൾക്ക് വിളിച്ചു പിന്നെ അതായത് അല്ലാ, ഓന്റെ നമ്പർ എന്തുണ്ടോ വിളിച്ചാ കിട്ടണേ? ഇല്ല, എന്റെ കയ്യിലില്ല. ഇക്ക് വിളിക്കല ഇല്ല. ഞാൻ എന്താക്കലും വേറെ വഴിയില്ല. കേസ് ഒന്നുകിൽ കേസ് കൊടുക്കും. എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് 5-6 മാസമായിട്ട് ഓനായിട്ട് ഒരു ബന്ധവുമില്ല, ഓനൊരു നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതിനെ പറഞ്ഞു. ഇതൊക്കെ തന്നെ ഓൻ്റെ വീട്ടുകാരും ഓൻ്റെ കൂട്ടക്കാരും ഓൻ്റെ നാട്ടുകാരും ഓനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. എന്നിട്ട് ഓൻ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് നാട്ടിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളി, എൻ്റെ പെരക്കാരോട് അന്വേഷിച്ചോളി. ഇത് ലല്ലു അന്ന് ഞാൻ വെച്ച ഓഡിയോയ്ക്ക് എതിരെ പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് അവസ്ഥ. അതായത് നിങ്ങളൊക്കെ വീട്ടുകാരാണ് ഇതിന്ന് സത്യം പറഞ്ഞാൽ സഫർ ചെയ്യുന്നത്. പിന്നെ വീട്ടുകാർക്കൊക്കെ ഒരു പങ്കുണ്ട് ഇതിനകത്ത്. കാരണം ഇങ്ങനെ വീട്ടുകാരെയും കുടുംബക്കാരെയും നാറ്റിച്ച് നടക്കുമ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവർ മനസ്സിലായോ? ഇപ്പം ഇനിയിപ്പോൾ എന്താണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് റെഡി ആയിട്ടുണ്ടാവും വീട്ടുകാരായിട്ട്. കാരണം വേറെ വഴിയില്ല. എൻഡ് ഓഫ് ദ ഡേ നാട്ടിലെല്ലാവരും കാണുമ്പോൾ പുച്ഛിച്ച് മുഖത്തോക്കി കളിയാക്കുമ്പോൾ സ്വന്തം വീട്ടുകാരനെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് എന്ത് ചെയ്യുള്ളൂ. അതും വീട്ടുകാരോടൊക്കെ പറയാനുള്ളത് ഇനിയെങ്കിലും മര്യാദയ്ക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പറയാതെ പോകാൻ പറയണം. മനസ്സിലായോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്താ പറയുക, ലൈഫിൽ നടന്ന എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുക. ഒരാൾ മറ്റേ ആൾക്ക് ആരോപണം ഉന്നയിക്കുക. എന്നാൽ ഈ പറയുന്നത് എന്താ? പെൻസിൽ കെട്ടതോ റബ്ബർ കെട്ടതോ അങ്ങനത്തെ കേസൊന്നുമല്ല. പ്രഗ്നൻസി, അബോർഷൻ, പിന്നെ പോയി വീണ്ടും എന്ത് അവിഹിതം, ഇങ്ങനെ ലഹരി, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിറ്റങ്ങളൊക്കെ കാരണം കൊണ്ട് ഇവരൊന്ന് കുടുംബത്തിൽ ഒരാൾക്ക് പിന്നെ പെണ്ണും ചക്കനും കിട്ടാത്ത അവസ്ഥയിലായി പോണ ഗതികേടിക്കാണ് കാര്യങ്ങൾ പോണത്. അതാണെങ്കിൽ കൊള്ള ഐറ്റങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നു, ഫസ്മിനയ്ക്ക് ഈ ലല്ലൂമ്പി വന്ന് കറക്റ്റ് തെളിവ് കൊടുത്തുണ്ടാക്കിയ പണികളൊന്നുമല്ല. ഫസ്മിന പഴയ പോലെ കറക്റ്റ് കൃത്യമായി കാര്യങ്ങൾ വന്ന് എൻഡോസ് ചെയ്യാത്തതിൻ്റെ വിഷയമാണ്. മനസ്സിലായോ? എന്താ നടന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് വന്ന വള്ളികളാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പാർട്ട് 2-ൽ ക്ലിയർ ആക്കാൻ പറ്റിയാൽ പഴയ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം കുറേ ചോദ്യങ്ങളും ചോദ്യചിഹ്നമായിട്ട് ഫസ്മിനി ആ യൂണിവേഴ്സിൽ കടന്ന് പുകഞ്ഞ് നാറി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്.